ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ഇത് തമിഴിലേക്ക് തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തമിഴിൽ അതിൻ്റെ സ്ക്രിപ്റ്റ് ഒരുമാതിരി രൂപപ്പെട്ട് വരുന്നുണ്ടായിരുന്നുള്ളൂ. മലയാളത്തിലേക്ക് വന്നപ്പോൾ രഞ്ജിത്ത് തന്നെയാണ്. തമിഴിൽ ക്രേസി മോഹൻ എന്ന് പറയുന്ന ഒരു അവിടുത്തെ റൈറ്റർ ഡയറക്ടറാണ് അതിൻ്റെ ഡയലോഗ്സ് ഒക്കെ എഴുതുന്നത്. ജോൺ പോൾ ആയിരുന്നു അതിൻ്റെ സ്ക്രീൻ പ്ലേ ചെയ്തത്. മലയാളത്തിലേക്ക് വന്നപ്പോൾ സിയാദ് ഇൻസിസ്റ്റ് ചെയ്തു രഞ്ജിത്ത് തന്നെ ഇത് എഴുതണമെന്നുള്ളത്. കാരണം രഞ്ജിത്തിന് മനസ്സിലാണ് കഥ പൂർണ്ണമായിട്ടുള്ളത്. രഞ്ജിത്ത് ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തി ആണ് ഇത് എഴുതി തുടങ്ങിയത്. അപ്പോൾ ആദ്യത്തെ 2-3 ദിവസം നമ്മൾ പാട്ട് മാത്രമാണ് ഷൂട്ട് ചെയ്തത്. സ്ക്രിപ്റ്റ് റെഡിയായി വരാൻ വേണ്ടിയിട്ട് എന്താണ് മാരിവെല്ലിൻ പാട്ടൊക്കെയാണ് ആദ്യം എഴുതുന്നത്. അപ്പോൾ എഴുതിയ ഒരു ഘട്ടം കഴിയുമ്പോൾ രഞ്ജിത്ത് ഒരു ദിവസം വന്നിട്ട് ഒരു പുതിയ ക്യാരക്ടർ വന്നിട്ടുണ്ട്, അതിങ്ങനെ ക്ലൈമാക്സിൽ വരണം, ഈ 2 പേരിലും മുകളിൽ നിൽക്കുന്ന ഒരു ആക്ടർ അത് ചെയ്യണം. കാരണം ഇവരെക്കാളും കുറച്ചും കൂടെ എന്താണ് ഒരു പോപ്പുലാരിറ്റിയോ അല്ലെങ്കിൽ ഒരു സ്റ്റാർ എന്ന നിലയിൽ വരുന്ന ഒരാൾ വേണം എന്നൊക്കെ പറയുന്നൊരു മഞ്ജു. ഈ 2 പേരെക്കാളും മുകളിൽ ഒരാളെ ഈ ആമി സ്നേഹിക്കുന്നുവെങ്കിൽ അത് അയാൾക്ക് ആ രീതിയിലുള്ള സ്റ്റാച്ചർ ഉണ്ടാവണമെന്നുണ്ട്. അങ്ങനെ പല പേരുകൾ ആലോചിച്ചു. രഞ്ജനികാന്ത് തുടങ്ങി, കമലഹാസൻ തുടങ്ങി ആലോചിച്ചു. പക്ഷേ എല്ലാവരും പറയുന്നത് നമ്മളെ സ്വർണം വീട്ടിൽ വെച്ചിട്ട് എന്തിന് എന്ന് പറയുന്ന പോലെ ലാല് ഇവിടെ ഉള്ളപ്പോൾ എന്തിനാണ് വേറെ ആളെ അന്വേഷിക്കാതായി. അപ്പോൾ ലാലിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഈ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ലാലിനെ ആ സമയത്ത് ലാല് ബാംഗ്ലൂരിൽ ഒരു മാസത്തെ ഒരു സുഖചികിത്സയ്ക്കായിട്ടിരിക്കുകയായിരുന്നു. ഞാനും രഞ്ജിത്തും അവിടെ നേരിട്ട് പോയി